അപ്പം ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ നോക്കിക്കോളാം. ആൽക്കൈന്റെ ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ ആണ് എഴുതി. ഞാൻ എല്ലാ റിയാക്ഷനും അങ്ങ് പറഞ്ഞു പോവാണ്. ട്രിപ്പിൾ ബോണ്ടിലോട്ട് നമ്മൾ നൈട്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ സയനൈഡ് ആയിട്ട് മാറും. ട്രിപ്പിൾ ബോണ്ടിലോട്ട് നൈട്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ സയനൈഡ് ആയിട്ട് മാറും. ട്രിപ്പിൾ ബോണ്ട് കോമ്പൗണ്ട് റിയാക്ഷൻ ആണ്. ട്രിപ്പിൾ ബോണ്ടിലോട്ട് നൈട്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രിപ്പിൾ ബോണ്ടുള്ള ആൽക്കൈൻ ടെർമിനൽ സി എച്ച് ഉള്ളത് നൈട്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈത്തൈനകത്തോട്ട് നൈട്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ സയനൈഡ് ആയിട്ട് മാറും. ഇനി ട്രിപ്പിൾ ബോണ്ടിനെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തിയാലും ഓക്സാല് അത് പിന്നീട് ഫർദർ ഓക്സിഡേഷൻ നടന്നിട്ട് അത് ആസിഡ് ആയിട്ട് മാറും. ഫർദർ ഓക്സിഡേഷൻ നടന്ന അതാ COH. ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് നിങ്ങൾ കഴിക്കണം. ഓക്കെ, ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഒന്ന് അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ ഏതൊക്കെയാണ്? അഡീഷൻ റിയാക്ഷൻ ഒന്ന് അഡീഷൻ ഓഫ് ഹാലജനേഷൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്, addition of hypohalous acid, addition of alcohol, addition of sulfuric acid, addition of mercuric acetate, addition reaction is addition of hydrogen cyanide. ഇത്ര അഡീഷൻ റിയാക്ഷൻ ആയിട്ട് വരും. അടുത്തത് ഓക്സിഡേഷൻ റിയാക്ഷൻ ഏതൊക്കെയാ? ആൽക്കലൈൻ KMnO4, അസിഡിക് KMnO4, അസിഡിക് K2Cr+. ഇങ്ങനെ പഠിക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാന്ന് നോക്കി വെച്ചേക്കോ. അഡീഷൻ ഓഫ് ഹാലജൻ എന്ത് പ്രോഡക്റ്റാ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ത് പ്രോഡക്റ്റാ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് എങ്ങനെ? അപ്പൊ അഡീഷൻ റിയാക്ഷൻ ഏതൊക്കെയാ? അതൊരു കാറ്റഗറി ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ഓക്സിഡേഷൻ റിയാക്ഷൻ ഏതൊക്കെ? അടുത്തത് അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന റിയാക്ഷൻ ഏതൊക്കെ? 3 റിയാക്ഷൻ. അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന 3 റിയാക്ഷൻ. ഒന്ന് സോഡമൈഡ്, ടോളൻസ്, പിന്നെ Cu2Cl2. ഈ 3 റിയാക്ഷൻ ആണ് അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നത്. പിന്നെ മിസലേനിയസ് റിയാക്ഷൻ ആയിട്ട് ആരോമാറ്റൈസേഷൻ, പോളിമറൈസേഷൻ, ഡൈമറൈസേഷൻ, ഇതൊക്കെ എന്നാ മിസലേനിയസ് റിയാക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ആൽക്കൈൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ വാട്ട് ഹാപ്പൻ വെൻ ടൈപ്പിൽ ആൽക്കൈൻ വരും. അപ്പൊ ആൽക്കൈനെ പെട്ടെന്ന് പഠിക്കാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കുക. അഡീഷൻ റിയാക്ഷനകത്ത് ഏതൊക്കെ കാറ്റഗറി വരും? ഓക്സിഡേഷനകത്ത് ഏതൊക്കെ കാറ്റഗറി? അസിഡിക് ക്യാരക്ടർ, ആരോമാറ്റൈസേഷൻ, പോളിമറൈസേഷൻ, ഡൈമറൈസേഷൻ, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള റിയാക്ഷൻസ്. അപ്പൊ അത് ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പ്രോഡക്റ്റിലേക്ക് പോകാൻ പറ്റും. എഴുതി വെച്ചിരുന്നാൽ പഠിക്കാൻ പറ്റും. റൂട്ട് എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ല, അതുകൊണ്ടാണ് റൂട്ട് പെട്ടെന്ന് പറഞ്ഞിരുന്നത്. റൂട്ട് എഴുതിയെടുക്കുക, മനസ്സിലാക്കുക. ദെൻ അടുത്തത് റൂട്ട് മാപ്പ് അയച്ചു തരത്തില്ലേ? അയച്ചുതരാം. ഓക്കെ, അയച്ചുതരാം. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പം ആൽക്കൈൻ ആയാലും അറിയാം. അടുത്തത് ബെൻസീൻ ആണ്. ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ആരോമാറ്റിക് കോമ്പൗണ്ട് ബെൻസീൻ. അതുകൂടെ ആകുമ്പോൾ നമുക്ക് ഹൈഡ്രോകാർബൺ തീരാണ്. അടുത്ത ബെൻസീൻ, ജസ്റ്റ് നോട്ട് ചെയ്തുള്ള ബെൻസീൻ C6H6. ബെൻസീൻ C6H6 ബെൻസീൻ എവിടെ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്യാം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബെൻസീൻ എവിടെ നിന്നൊക്കെ. നിങ്ങൾ പണ്ട് മുതൽ നമുക്കറിയാവുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഫീനോൾ. ആക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്. ഫീനോളിന്റെ ആക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ് ബെൻസീൻ കിട്ടി. അപ്പൊ ഒന്നാമത്തെ പാരന്റ് കോമ്പൗണ്ട് ഫീനോൾ ആണ്. ഫീനോളിന്റെ ആക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്. അപ്പൊ ഫീനോളിന് ആക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? ബെൻസീൻ കിട്ടി.
ഫീനോൾ ആക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ് വി ഗെറ്റ് ബെൻസീൻ. രണ്ട് ഞാൻ ഈ പറഞ്ഞതാണ് നേരത്തെ, ഡീകാർബോസിലേഷൻ റിയാക്ഷൻ. സോഡിയം സാൾട്ട്, ആ സോഡിയം സാൾട്ടിനെ ഡീകാർബോസിലേറ്റ് സോഡ ലൈം ആഡ് ചെയ്യും. നമുക്കറിയാം Na2CO3 എലിമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ബെൻസീൻ കിട്ടും. അപ്പൊ ഫീനോൾ പ്ലസ് സിങ്ക് ഡസ്റ്റ്, അടുത്ത സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡിനെ ഡീകാർബോസിലേറ്റ് ചെയ്ത് ബെൻസീൻ കിട്ടും. അപ്പൊ ബെൻസീന്റെ രണ്ട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. മൂന്നാമത്തെ ഇപ്പം പഠിച്ചതേ ഉള്ളൂ നമ്മൾ. മൂന്നാമത്തെ മെത്തേഡ് ഏതാ? ആരോമാറ്റൈസേഷൻ. ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിലോട്ട് ആരോമാറ്റൈസേഷൻ. റെഡ് ഹോട്ട് ആയിട്ടുള്ള അയൺ ട്യൂബിലൂടെ ആരോമാറ്റിക് കോമ്പൗണ്ട്, ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കൈൻ. അപ്പൊ മൂന്നെണ്ണം ക്ലിയർ ആവണം. ഫീനോളിന്റെ ആക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്, സോഡിയം സാൾട്ടോ കാർബോസിലിക് ആസിഡിനെ സോഡ ലൈം ആഡ് ചെയ്യുന്നു. ദെൻ ആൽക്കൈൻ റെഡ് ഹോട്ട് ആയിട്ടുള്ള അയൺ ട്യൂബിൽ 773 കെൽവിൻ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നു? റിംഗ് കിട്ടുന്നു. അങ്ങനെ 3 പാരന്റ് കോമ്പൗണ്ട്. ജസ്റ്റ് നോക്കുക, 3 പാരന്റ് കോമ്പൗണ്ട്. ദെൻ നമുക്കറിയാവുന്ന 2 റിയാക്ഷൻ കൂടെ നമുക്കറിയാം. ഒന്ന്, ഇത് 3 പഠിച്ചതാണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന റിയാക്ഷൻ ആണ്. ഒന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാം, ആനിലിൻ. ആ അനിലിനെ ആൽഡിഹൈഡ് അല്ല, ആനിലിനെ NaNO2 in the presence of HCl ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡയസോണിയം സാൾട്ട്, ബെൻസീൻ ഡയസോണിയം സാൾട്ട് ആയിട്ട് മാറും. ആ ഡയസോണിയം സാൾട്ടിനെ H3PO2 അല്ലെങ്കിൽ എത്തനോൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് ബെൻസീൻ ആയിട്ട് മാറും. അപ്പം ഡയസോർട്ടേഷൻ ഫോളോഡ് ബൈ റീപ്ലേസിംഗ് വിത്ത് ഹൈഡ്രജൻ. അപ്പൊ അനിലിനെ ഡയസോർട്ടേഷൻ നടത്തുക, ഫോളോഡ് ബൈ റീപ്ലേസിംഗ് വിത്ത് ഹൈഡ്രജൻ. അനിലിനെ ഡയസോർട്ടേഷൻ നടത്തിയിട്ട് ഫോളോഡ് ബൈ റീപ്ലേസിംഗ് വിത്ത് ഹൈഡ്രജൻ. അവിടെ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. അപ്പൊ ബെൻസീന്റെ പാരന്റ് കോമ്പൗണ്ട് ഒന്ന് ഫീനോള്, 2 സോഡിയം സാൾട്ട് ഓഫ് ബെൻസീൻ കാർബോസിലിക് ആസിഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ആയാലും മതി. അടുത്ത സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്, ദെൻ അനിലിൻ. അപ്പൊ ഈ 3 പാരന്റ് കോമ്പൗണ്ട് ആണ്. പിന്നെ അതുകൂടാതെ ബെൻസീൻ സൾഫോണിക് ആസിഡ്, അഡീഷണൽ ആയിട്ട് ഞാൻ പറയാം. ബെൻസീൻ സൾഫോണിക് ആസിഡ്. അപ്പൊ ബെൻസീൻ സൾഫോണിക് ആസിഡിനെ എന്ത് ചെയ്യണം? സ്റ്റീം പാസ് ചെയ്യണം. അപ്പൊ ഇതിനകത്തോട്ട് സ്റ്റീം പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അബൌട്ട് 523 കെൽവിൻ ഇതിനകത്ത് ബെൻസീൻ സൾഫോണിക് ആസിഡിലോട്ട് നമ്മൾ സ്റ്റീം പാസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് എന്തായിട്ട് കിട്ടും? ബെൻസീൻ ആയിട്ട് കിട്ടും. അപ്പൊ അതൊരു, പിന്നെ ക്ലോറോബെൻസീനെ നമ്മള് റിഡക്ഷൻ നടത്തുക. അപ്പൊ റിഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ബെൻസീൻ കിട്ടും. അഡീഷണൽ ആയിട്ട് 2 പാരന്റ് കോമ്പൗണ്ട്, ഒന്ന് ബെൻസീൻ സൾഫോണിക് ആസിഡ്, 2 ക്ലോറോബെൻസീൻ. ബെൻസീൻ സൾഫോണിക് ആസിഡ്, ക്ലോറോബെൻസീൻ, ഇങ്ങനെ 2 അഡീഷണൽ ആയിട്ട് പഠിച്ചു. ബെൻസീൻ സൾഫോണിക് ആസിഡിന് സ്റ്റീം, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം പാസ് ചെയ്യും. ബെൻസീൻ സൾഫ്യൂരിക് ആസിഡിലോട്ട് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആഡ് ചെയ്യുമ്പോൾ അത് ബെൻസീൻ ആയിട്ട് മാറും. ക്ലോറോബെൻസീൻ റിഡക്ഷൻ നടത്തുക. നിക്കൽ അലൂമിനിയം അലോയിയുടെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. അപ്പൊ പാരന്റ് കോമ്പൗണ്ട് ഒന്ന് എത്തൈൻ, then sodium salt of benzoic acid, then phenol, chlorobenzene, benzene sulfuric acid, aniline, then നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരാളെയും കൂടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഏതാ? ഹെക്സൈൻ, C6H14. അരോമാറ്റൈസേഷൻ, Cr2O3 in the presence of L2O3.
10 atmosphere അപ്പം ബെൻസീൻ ആയിട്ട് മാറും. അപ്പൊ അവിടെയും എടുക്കാം. അപ്പൊ എത്ര പേരന്റ് കോമ്പൗണ്ട് ആണ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച്, എത്ര പേരന്റ് കോമ്പൗണ്ട് ആണ് ബെൻസീൻ ഉണ്ടാക്കുക? ഞാൻ പേരന്റിന്റെ റൂട്ട് വരയ്ക്കാം. 1 ഫീനോൾ, 2 ക്ലോറോബെൻസീൻ, 3 ക്ലോറോബെൻസീൻ കഴിഞ്ഞ പിന്നെ ആനിലിൻ, അടുത്തത് ബെൻസീൻ ആസിഡ്, പിന്നെ ഇപ്പം പറഞ്ഞത് ഫീനോള്, പിന്നെ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്, പിന്നെ C6H14. ഇത്രയും പേരെ നമുക്ക് എന്താക്കാം? ബെൻസീൻ ആക്കാം. ഫീനോളിന് ആക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്, ക്ലോറോബെൻസീൻ ആകുമ്പം കെൽവിൻ, അനിലിൻ ഒന്നാമത്തെ സ്റ്റെപ്പ് NaNO2 in the presence of HCl, രണ്ടാമത്തത് OH, then SO3H, ബെൻസീൻ സൾഫോണിക് ആസിഡിനകത്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. ഇത് 3 വേണം. റെഡ് ഹോട്ട് ആയിട്ടുള്ള അയൺ ട്യൂബിലൂടെ, then ഇവിടെ Cr2O3, ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പൊ ഇത്രയുമാണ് പാരന്റ് കോമ്പൗണ്ട്. നോക്കുക, ബെൻസീൻ കിട്ടാൻ സാധ്യതയുള്ള പാരന്റ് കോമ്പൗണ്ട് ആണ് ഞാൻ എഴുതിയത്. ബെൻസീന്റെ പാരന്റ് കോമ്പൗണ്ട്സ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ അവിടെ പറയുന്നുള്ളൂ. ജസ്റ്റ് നോക്കുക, ബെൻസീൻ കിട്ടാൻ സാധ്യതയുള്ള പാരന്റ് കോമ്പൗണ്ട്സ്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടി കൂടി ഇവിടെ തന്നെ ഞാൻ എഴുതാം. നിങ്ങൾക്കറിയാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, ബെൻസീൻ പങ്കെടുക്കുന്ന റിയാക്ഷൻ ഏതാ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ബെൻസീൻ പങ്കെടുക്കുന്നത്. ഹാലജനേഷൻ, ദ പ്രസൻസ് ഓഫ് FeCl3, ഹാലോ കോമ്പൗണ്ട് കിട്ടും. ഹാലജനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് FeCl3 നമുക്കറിയാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞത്. പിന്നെ 2 നൈട്രേഷൻ, concentrated nitric acid in the presence of sulfuric acid, അപ്പൊ നൈട്രോബെൻസീൻ ആവും. അടുത്ത സൾഫ്യൂരിക് ആസിഡ്, ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇത് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. അത് 2 ടൈപ്പ് ഉണ്ട്, ആൽക്കൈലേഷൻ ഉണ്ട്, അസൈലേഷൻ ഉണ്ട്. അപ്പം ആൽക്കൈലേഷൻ അസൈലേഷൻ ആകുമ്പോഴത്തേക്ക് അസൈലേഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, ഇപ്പൊ ബെൻസീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. ആൽക്കൈലേഷൻ, ദെൻ അസൈലേഷൻ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, അടുത്ത ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. ഗട്ടർമാൻ കോച്ച്, കാർബൺ മോണോക്സൈഡ് HCl വേപ്പർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഗട്ടർമാൻ കോച്ച് ബെൻസ് ആൽഡിഹൈഡ് ആവുന്ന റിയാക്ഷൻ. ഗട്ടർമാൻ കോച്ച് അടുത്ത കാറ്റഗറി റിയാക്ഷൻ, ബെൻസീന്റെ അടുത്ത കാറ്റഗറി റിയാക്ഷൻ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. കാർബൺ മോണോക്സൈഡും HCl വേപ്പറും പാസ് ചെയ്യുമ്പോഴത്തേക്ക് ബെൻസ് ആൽഡിഹൈഡ് ആവുന്ന റിയാക്ഷൻ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. പിന്നെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, അപ്പൊ നമുക്കത് സൈക്ലോഹെക്സൈൻ ആയിട്ട് മാറും. സൈക്ലോഹെക്സൈൻ ഹൈഡ്രജൻ, അത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. അത് ആ ഒരു കോമ്പൗണ്ട് ഹൈഡ്രജൻ അഡീഷൻ റിയാക്ഷൻ നടന്നിട്ട് സൈക്ലോഹെക്സൈൻ നടത്തുന്നു. ഇനി അതുപോലെ തന്നെ ക്ലോറിൻ ആഡ് ചെയ്യുന്നത്, ഇത്ര നോട്ട് ചെയ്തതിനു ശേഷം ബാക്കി ഞാൻ എഴുതരാം. ഹാലജൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ദെൻ ഫ്രിഡൽ-ക്രാഫ്റ്റ്സ്, ഇത്ര ഇലക്ട്രോഫിലിക്കിൽ വരും. അടുത്ത ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, പിന്നെ ഹൈഡ്രജന്റെ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ദെൻ അഡീഷൻ ആണ് ഹൈഡ്രജന്റെ.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ബെൻസിൻ രണ്ട് കോമൺ ആയിട്ട് രണ്ട് റിയാക്ഷൻ. കമ്പസ്റ്റൻ അറിയാം, കമ്പസ്റ്റൻ പ്രോഡക്റ്റ് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ്. ഹൈഡ്രോ കാർബണിന്റെ കമ്പസ്റ്റൻ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ്. ബെൻസീൻ ആയാലും ശരി, കമ്പസ്റ്റൻ നടക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ്. ബെൻസീന്റെ കമ്പസ്റ്റൻ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം തന്നെ. ബെൻസീന്റെയും കമ്പസ്റ്റൻ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം തന്നെയാണ്. പക്ഷെ ബെൻസിൻ തന്നിട്ടേ O2 ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ബെൻസിൻ പ്ലസ് O2 അത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. വനേഡിയം പെന്റോക്സൈഡ് ആണ് ബെൻസിൻ പ്ലസ് O2. വനേഡിയം പെന്റോക്സൈഡ് 775 കെൽവിൻ ആണ്. അത് കമ്പസ്റ്റൻ പ്രോഡക്റ്റ് അല്ല, മറിച്ച് മാലിക് അൺഹൈഡ്രേറ്റ്. മാലിക് അൺഹൈഡ്രേറ്റ് അതൊന്ന് നോട്ട് ചെയ്തിട്ടുള്ള, അത് സ്പെഷ്യൽ റിയാക്ഷൻ ആണ്. മാലിക് അൺഹൈഡ്രേറ്റ്. ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ പറയാതെ പോകാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. ബെൻസീന്റെ അഡീഷൻ വിത്ത് ക്ലോറിൻ സൺലൈറ്റിന്റെ പ്രസൻസിലാണെങ്കിൽ, സൺലൈറ്റിന്റെ പ്രസൻസിൽ എല്ലാവർക്കും അറിയാം അതെന്താണ്. അത് തന്നെ ഏതാ C6H5 H6Cl6 C6H6Cl6. ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. അപ്പൊ അങ്ങനെ സൺലൈറ്റിന്റെ പ്രസൻസിലുള്ള റിയാക്ഷൻ ആണ് പറഞ്ഞത്. സൺലൈറ്റിന്റെ പ്രസൻസിലുള്ള റിയാക്ഷൻ. ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് BHC ഗാമക്സൈഡ്. ഇപ്പൊ ബെൻസീൻ റൂട്ട് മാപ്പാണ് പറഞ്ഞത്. അപ്പൊ ആൽക്കൈന്റെയും ബെൻസീന്റെ റൂട്ട് മാപ്പാണ് എന്ന് പറഞ്ഞത്. ആൽക്കൈന്റെയും ബെൻസീന്റെയും റൂട്ട് മാപ്പാണ് പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ പറയാം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ആൽക്കൈന്റെയും ബെൻസീന്റെ റൂട്ട് മാപ്പ് പറഞ്ഞു, മൊത്തത്തിൽ പറഞ്ഞതാണ്. ബെൻസീൻ പഠിക്കാവുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏതൊക്കെയാണെന്ന് അറിയാം. ക്രാഫ്റ്റ്സ് റിയാക്ഷന്, നൈട്രേഷന്, സൾഫോണേഷന്, ദെൻ ഹാലജനേഷൻ. ഇത് എല്ലാവർക്കും അറിയാവുന്ന റിയാക്ഷൻ. പിന്നെ രണ്ട് റിയാക്ഷൻ, ഒന്ന് അഡീഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ സൈക്ലോഹെക്സേൻ, അഡീഷൻ ഓഫ് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് BHC. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ ആണെങ്കിൽ സൈക്ലോഹെക്സേൻ. അഡീഷൻ ഓഫ് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആണെങ്കിൽ അത് BHC ബെൻസീൻ ഹെക്സാക്ലോറൈഡ് BHC ഗാമക്സൈൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട്. പിന്നെ അതിനകത്ത് ഗട്ടർമാൻ കോച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, പിന്നെ കാർബൺ മോണോക്സൈഡിന്റെ വേപ്പറും HCl വേപ്പറും ആഡ് ചെയ്യുന്നത്. പിന്നെ കമ്പസ്റ്റൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ കിട്ടുന്നത്. പിന്നെ ഓക്സിജൻ വനേഡിയം പെന്റോക്സൈഡിന്റെ പ്രസൻസിൽ 775 കെൽവിൻ ആണെങ്കിൽ കിട്ടുന്ന മാലിക് അൺഹൈഡ്രേറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ബെൻസിന്റെ റിയാക്ഷൻസ് എല്ലാവർക്കും അറിയാം. അപ്പൊ ഹൈഡ്രോകാർബൺസിന്റെ റൂട്ട് മാപ്പ്, ആൽക്കൈന്റെ റൂട്ട് മാപ്പ്, ആൽക്കീന്റെ റൂട്ട് മാപ്പ്, ആൽക്കൈന്റെ റൂട്ട് മാപ്പ്, ബെൻസിന്റെ ആരോമാറ്റിക് കോമ്പൗണ്ട് റൂട്ട് മാപ്പ്. ഇനി അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐസോമറൈസേഷന്റെ ക്വസ്റ്റ്യനും റിയാക്ടിവിറ്റിയുടെ കേസുമാണ്. ഇപ്പൊ വാട്ട് ഹാപ്പൻസ് വെൻ എല്ലാം ഇതിനകത്ത് കിട്ടും. വാട്ട് ഹാപ്പൻസ് വെൻ ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാം ഇതിനകത്ത് കിട്ടും. ഇനി രണ്ട് കാറ്റഗറി ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. നെയിമിംഗ് എല്ലാം ചെയ്ത, നെയിമിംഗ് എല്ലാ കാറ്റഗറിയും പറഞ്ഞതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇനി മൊത്തം 3 കാറ്റഗറിയും കൂടെ ഉണ്ട് അതിനകത്ത്. അതിനകത്ത് ക്വസ്റ്റ്യനിലൂടെ പറയും. ഒന്ന് എസ്റ്റിമേഷനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ, അത് ഇക്വേഷൻ പറഞ്ഞാൽ തീരുന്നേ ഉള്ളൂ. അത് ലാസ്റ്റ് ദിവസം നമ്മൾ ഇക്വേഷൻ പറഞ്ഞ് അതിനകത്ത് കണക്ക് എങ്ങനെ വരാന്നുള്ളത് പറയാനല്ല. കണക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. ആ ഒരു എസ്റ്റിമേഷന്റെ ക്വസ്റ്റ്യൻ വരാം. അതായത് ആ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. പിന്നെ ഐസോമറൈസേഷൻ, അത് ഹാലോആൽക്കൈൻസ് ഹാലോറിൻ പറയുമ്പോഴത്തേക്ക് ഫുള്ള് പറയാന്ന് വെച്ചിട്ടല്ല, ഒരു ടൈപ്പ് മാത്രമല്ല, സ്റ്റീരിയോ കെമിസ്ട്രിയും കൂടെ ഒരുമിച്ച് പറയാം. സ്റ്റീരിയോ കെമിസ്ട്രി ആയിരിക്കും ഡൗട്ട്. കൈരാൽ സെന്ററും കൈരാലിറ്റി കണ്ടുപിടിച്ചിട്ട് മീസോ കോമ്പൗണ്ടും ഡയാസ്റ്റീരോമറും കണ്ടുപിടിക്കുന്ന കാര്യത്തിലായിരിക്കും നമുക്ക് ഡൗട്ട് വരാൻ സാധ്യത. ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണോ, കൈരാൽ സെന്റർ എത്രണ്ണം ഉണ്ട്, എത്ര കൈരാൽ സെന്റർ ഉണ്ടെങ്കിൽ എത്ര ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് പറ്റും, കൈരാൽ സെന്റർ ഉണ്ടെങ്കിൽ അത് പ്ലൈനോസിമെട്രിക് ആണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ R&S കോൺഫിഗറേഷൻ ആയിരിക്കും അടുത്തത്. E&Z നൊട്ടേഷൻ ജോമെട്രിക്കൽ ഐസോമറിനകത്ത് വരുന്ന ആ ഒരു കേസ് ആയിരിക്കും നമുക്ക് പറയാനുള്ളത്. നമ്മള് അത് പറയാം. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഹൈഡ്രോ കാർബൺസില് ബെൻസീൻ വരെയുള്ള കേസ് പറഞ്ഞു, ആൽക്കൈൻ പറഞ്ഞു. അപ്പൊ റൂട്ട് എഴുതിയിടുക, അത് ഞാൻ എഴുതി അയച്ചേക്കാം. എങ്കിലും റൂട്ട് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ എഴുതാൻ പറ്റും. ബാക്കി ഇനിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ടോപ്പിക്കുകളെല്ലാം ക്ലിയർ ആവും. അപ്പൊ ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം, ഇന്ന്
ഇന്ന് തന്നെ അയച്ചു തരാം. അപ്പൊ നിങ്ങൾ അത് നോക്കുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക, ഡൗട്ട് ഉള്ളത് എൻ്റെ അടുത്ത് ചോദിക്കുക. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഇയർ ടോപ്പിക്കുകൾ പറഞ്ഞിപ്പം നോക്കിക്കോളുക. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. നമുക്ക് ലാസ്റ്റിൽ നിന്ന് കയറി ഒന്ന് ഡൈ അസോണിയം സാൾട്ട് ആണ്. ഏറ്റവും അവസാനത്തെ കോമ്പൗണ്ട് ആണ് ഞാൻ പറയുന്നത്, ബെൻസീൻ ഡയസോണിയം സാൾട്ട്. അപ്പം ഡയസോണിയം കോമ്പൗണ്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരികയാണ്. ഡയസോണിയം കോമ്പൗണ്ട് അനിലിൻ അമീൻ, ദെൻ കാർബോസിലിക് ആസിഡ് ആൽഡിഹൈഡ് കീറ്റോൺ, ദെൻ ഈതർ ഫീനോൾ ആൽക്കഹോൾ ഹാലോ കോമ്പൗണ്ട്. അത് ഒരുമിച്ച് പറയും. റൂട്ട് മാപ്പ് ഇവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഏതൊക്കെ ഒരു ടോപ്പിക് പഠിച്ചാൽ അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരും. അപ്പൊ അത്രയും നോക്കി മനസ്സിലാക്കി വെച്ചേക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ക്ലിയർ ആണോ? ആണ്. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് നിങ്ങൾ കേട്ട കാര്യമാണ്. പിന്നെ ഒന്നുകൂടെ കേൾക്കുക, സംശയം ഉണ്ടെങ്കിൽ പറയുക. ഇപ്പൊ നിങ്ങള് ശ്രദ്ധിക്കുക, ഒരു കോമ്പൗണ്ട് നിങ്ങൾ പഠിക്കുമ്പം എവിടെ പ്രിപ്പറേഷൻ പ്ലസ് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി റൂട്ടായിട്ട് അങ്ങ് പഠിക്കുക. അപ്പൊ അതിനകത്ത് ഇപ്പൊ നിങ്ങൾ പഠിച്ചു, ബെൻസീൻ പഠിച്ചു. അപ്പം ബെൻസീൻ ഏതൊക്കെ ടൈപ്പ് റിയാക്ഷൻ ഉണ്ട് ജസ്റ്റ് മനസ്സിലോട്ട് കൊണ്ടുവരിക. നിങ്ങൾ കാണാതെ പഠിക്കും. ജസ്റ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്, പിന്നെ അഡീഷൻ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അത്. അപ്പൊ അങ്ങനെ ബെൻസീൻ മിസലേനിയസ് റിയാക്ഷൻ അത് ഉണ്ടെങ്കിൽ അത് അങ്ങനെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കോമ്പൗണ്ടും നമ്മുടെ മനസ്സിലേക്ക് എപ്പം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ ലാസ്റ്റ് ഇപ്പം പറയുന്നത് ഡൈ അസോ കോമ്പൗണ്ട്. ഡൈ അസോ കോമ്പൗണ്ട് ഡൈ അസോണിയം സാൾട്ട്. ഡൈ അസോണിയം സാൾട്ട് അത് ആലിഫാറ്റിക് ആവാം, ആരോമാറ്റിക് ആവാം. രണ്ട് ടൈപ്പ് ഡൈസോണിയം സാൾട്ട്. ഈ എക്സ് മൈനസിന്റെ സ്ഥാനത്ത് BF4 മൈനസ് വരാം, Cl മൈനസ് വരാം, HSO4 മൈനസ് വരാം, അങ്ങനെ ഇത്രയൊക്കെ വരാം. അപ്പൊ നമുക്ക് ഈ എക്സ് മൈനസിന്റെ സ്ഥാനത്ത് ആരൊക്കെ വരാന്നുള്ള കാര്യം ഉറപ്പായി. ഇനി ഇപ്പുറത്ത് ഡൈ അസോണിയം എന്താണ് മനസ്സിലായി? ഡൈ അസോണിയം മനസ്സിലായി. ഇപ്പുറത്ത് റാഡിക്കൽ വേണമെങ്കിലും വരാം, റിങ് വേണമെങ്കിലും വരാം. അപ്പൊ റാഡിക്കൽ വരുവാണെങ്കിൽ ആലിഫാറ്റിക് ഡൈ അസോണിയം, റിങ് വരുവാണെങ്കിൽ അതിനെ ആരോമാറ്റിക് ഡൈ അസോണിയം എന്നും വിളിക്കും. അപ്പൊ റാഡിക്കൽ ആണെങ്കിൽ ആലിഫാറ്റിക് ഡൈ അസോ കോമ്പൗണ്ടും, റിങ് ആണെങ്കിൽ അത് ആരോമാറ്റിക് ഡൈ അസോ കോമ്പൗണ്ടും. അപ്പൊ ഡൈ അസോ കോമ്പൗണ്ട് ആലിഫാറ്റിക് ഉണ്ട്, ആരോമാറ്റിക് ഉണ്ട്. ഇതിനകത്ത് ആലിഫാറ്റിക് ഡൈ അസോയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സ്റ്റേബിൾ അല്ല. ആലിഫാറ്റിക് ഡൈ അസോ കോമ്പൗണ്ട് സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ ആണ്. ആരോമാറ്റിക് ഡൈ അസോ ആകുമ്പോഴത്തേക്ക് സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അത് ഐസ് കോൾഡ് കണ്ടീഷനിൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉള്ളൂ. ആ സ്റ്റെബിലിറ്റി നമുക്ക് റെസൊണൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ റെസൊണൻസ് സ്ട്രക്ചർ ഒന്നും പറയുന്നില്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട്, അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് റെസൊണൻസ് വെച്ച് ഇങ്ങോട്ടാ തള്ളുന്നത്, റിങ്ങിന് എവയാണ്. അപ്പൊ അത് ഏത് എഫക്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ റെസൊണൻസ് എഫക്റ്റ് വെച്ചിട്ടാണ് ആരോമാറ്റിക് ഡൈ അസോയുടെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ആരോമാറ്റിക് ഡൈ അസോ നോക്കുക. ആരോമാറ്റിക് ഡൈ അസോയെ പറ്റി നമുക്ക് എന്തൊക്കെ അറിയാം? ഇതില് ഞാൻ നേരെ അങ്ങ് പ്രിപ്പറേഷൻ കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞ് റൂട്ട് അങ്ങ് നിർത്തുകയാണ്. ഒന്ന് ആനിലിൻ. ആനിലിനെ ഡയസോട്ടേഷൻ നടത്തുന്നു NaNO2 ഇൻ ദ പ്രസൻസ് ഓഫ് HCl. നിങ്ങൾക്കറിയാം ഇവിടെ കിട്ടുന്ന സിറ്റു പ്രോഡക്റ്റ് ഏതാ? നൈട്രസ് ആസിഡ്. അപ്പൊ ആക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്, ആനിലിന്റെ ആക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. ആ നൈട്രസ് ആസിഡിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ബെൻസീൻ ഡൈ അസോണിയം സാൾട്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ അനിലിനെ ഡൈ അസോട്ടൈസേഷൻ റിയാക്ഷൻ നടത്തിയപ്പോഴാണ് ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ആയത്. ഈ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിന് ഏതൊക്കെ ടൈപ്പ് റിയാക്ഷൻ ഉണ്ടെന്ന്? റീപ്ലേസ്മെന്റ് റിയാക്ഷനും പിന്നെ ഒന്ന് കപ്ലിംഗ് റിയാക്ഷനുമാണ്.
പങ്കെടുക്കുന്ന രണ്ട് ടൈപ്പ് റിയാക്ഷനേ ഉള്ളൂ, ഒന്ന് റീപ്ലേസ്മെന്റും രണ്ട് കപ്ലിംഗും. അപ്പൊ ഇനി ഏതൊക്കെയാണ് റീപ്ലേസ്മെന്റ് റിയാക്ഷൻ? ഇത് പങ്കെടുക്കുന്ന റീപ്ലേസ്മെന്റ് റിയാക്ഷൻ ഏതൊക്കെയാണ് ഇത് പങ്കെടുക്കുന്ന കപ്ലിംഗ് റിയാക്ഷൻ? അപ്പം ഡയസോർട്ടേഷൻ നടത്തുന്ന ഐസ് കോൾഡ് കണ്ടീഷനിലാണ്. ഈ റെസണൻസ് സ്റ്റെബിലിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐസ് കോൾഡ് കണ്ടീഷനിലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഡയസോണിയം സാൾട്ട് റിങ്ങിന്റെ സ്റ്റേബിൾ ആണ്, പക്ഷെ അത് ഐസ് കോൾഡ് കണ്ടീഷനിലാണ് സ്റ്റേബിലിറ്റി. അതും ഷോർട്ട് സ്റ്റെബിലിറ്റി ഉള്ളൂ. ആ ഷോർട്ട് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ റെസണൻസ് സഹായിക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ട് അനിലിനാണ്. അനിലിനെ ഡയസോർട്ടേഷൻ നടത്തി NaNO2 ഇൻ ദ പ്രസൻസ് ഓഫ് HCl ട്രീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് നൈട്രസ് ആസിഡ് കിട്ടും. ഈ നൈട്രസ് ആസിഡുമായിട്ട് അനിലിൻ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞ ഡയസോണിയം ക്ലോറൈഡ്. അത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്, കാരണം അതിൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉള്ളൂ. ഈ ഡയസോണിയം സാൾട്ട് പങ്കെടുക്കുന്ന രണ്ട് ടൈപ്പ് റിയാക്ഷൻ ആണ്, ഒന്ന് റീപ്ലേസ്മെന്റ് റിയാക്ഷൻ, രണ്ട് കപ്ലിംഗ് റിയാക്ഷൻ. അതില് റീപ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആണ് പറയുന്നത്. റീപ്ലേസ്മെന്റ് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം, Cu2Cl2 in the presence of HCl, ക്ലോറോബെൻസീൻ, സാൻമേയർ റിയാക്ഷൻ. ആ Cl സ്ഥാനത്ത് Br2, Cu2Br2 in the presence of HBr, ബ്രോമോബെൻസീൻ, സാൻമേയർ. ഇനി സാൻമേയർ ഒരെണ്ണം കൂടെ ഉണ്ട്, KCN, പൊട്ടാസ്യം സയനൈഡ് ആംബിഡന്റ്, KCN in the presence of അവിടെ അറിയാം Cന്റെ കൂടെ വരുമ്പോഴത്തേക്ക് അത് കോവാലന്റ് ക്യാരക്ടർ വരും. Cn മൈനസിന് കെയുടെ കൂടെ വരുമ്പോൾ അയോണിക് ക്യാരക്ടറും Cuന്റെ കൂടെ വരുമ്പോഴത്തേക്ക് അത് കോവാലന്റ് ക്യാരക്ടർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ CuCN അല്ല എടുക്കുന്ന, പകരം KCN in the presence of HCN. അപ്പൊ സയാനോ ബെൻസീൻ കിട്ടും. ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സയാനോ ബെൻസിൻ കിട്ടിക്കഴിഞ്ഞാൽ സയാനോ ബെൻസിനെ നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസിഡ് ആയിട്ട് മാറും. സയാനോ ബെൻസീൻ അവിടെ കിട്ടി നിങ്ങൾക്ക്. ആ സയാനോ ബെൻസീനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസിഡ് ആയിട്ട് മാറും. അതുപോലെ സയാനോ ബെൻസിനെ സ്റ്റീഫൻ നടത്തിയാൽ സ്റ്റീഫൻ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡ് ആയിട്ട് മാറും. റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അമൈഡ് ആയിട്ട് മാറും. അപ്പൊ സയാനോ ബെൻസീനെ നമുക്ക് ഹൈഡ്രോളിസിസ് കഴിഞ്ഞാൽ ആസിഡ് കിട്ടും. സയാനോ ബെൻസീനെ നമ്മൾ സ്റ്റീഫൻ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡ് ആവും. ദെൻ സ്റ്റീഫൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ആവും. ദെൻ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അമൈഡ് ആവും. അപ്പൊ അമീനെ ആസിഡ് ആക്കാനോ ആൽഡിഹൈഡ് ആക്കാനോ, അപ്പൊ റിഡക്ഷൻ ഫോളോഡ് ബൈ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. അപ്പൊ വാട്ട് ഹാപ്പൻസിനകത്താണ് ചോദിക്കുന്നത്. ദെൻ പൊട്ടാസ്യം ആൻഡൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അയഡോ ബെൻസീനായി. റൂട്ട് മാപ്പ് നോക്കുക. പിന്നെ ബോൾഷിമാൻ റിയാക്ഷൻ, ഫ്ലൂറോബോറിക് ആസിഡ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ, രണ്ടാമത് ഫോളോഡ് ബൈ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലൂറോ ബെൻസീൻ ആയിട്ട് മാറി. ഇതേ ഫ്ലൂറോ HBF4 ആഡ് ചെയ്തിട്ട് ഫോളോഡ് ബൈ സോഡിയം NaNO2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നൈട്രോ ബെൻസീൻ ആയിട്ട് മാറും. പിന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ C2H5OH അല്ലെങ്കിൽ H3PO2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെൻസീൻ ആയിട്ട് മാറും. പിന്നെ ജസ്റ്റ് വാട്ടർ ഒഴിച്ച് വാം ചെയ്താൽ അത് ഫീനോൾ ആയിട്ട് മാറും. ജസ്റ്റ് വാട്ടർ ഒഴിച്ച് വാം ചെയ്താൽ അത് ഫീനോൾ ആയിട്ട് മാറും. നമുക്ക് റീപ്ലേസ്മെന്റ് റിയാക്ഷൻ തന്നെ എത്ര ടൈപ്പ് റിയാക്ഷൻ നോക്കിയേ. നമുക്ക് കിട്ടിയ അനിലിനെ ഡയസോർട്ടേഷൻ നടത്തിയപ്പോൾ ഡയസോണിയം സാൾട്ടായി. ആ ഡയസോണിയം സാൾട്ടിനെ സാൻമേർ നടത്താം. ഇനി സാൻമേർ പകരം നമുക്ക് കോപ്പർ പൗഡറിന്റെ പ്രസൻസിലും HX ആഡ് ചെയ്യാം, അപ്പോഴും ഹാലോ കിട്ടും. ഇതിനെ വിളിക്കുന്ന ഗട്ടർമാൻസ് റിയാക്ഷൻ. ഈ സാൻമേറിന് പകരം ഈ CuCl പകരം കോപ്പർ പൗഡറിന്റെ പ്രസൻസിലാണ് HCl HBr ആഡ് ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ഗട്ടർമാൻസ് റിയാക്ഷൻ. അപ്പൊ ഗട്ടർമാൻസ് റിയാക്ഷൻ റീപ്ലേസ്മെന്റ് ആണ് സാൻമേർ. അതിൽ ബെറ്റർ സാൻമേറാ, കാരണം ഈൽഡ് കൂടുതൽ സാൻമേറിനാണ്.
അപ്പൊ റൂട്ട് മാപ്പ് ഡൈസോണിയം സാൾട്ടിന്റെ റൂട്ട് മാപ്പാണ് ഞാൻ പറഞ്ഞത്. നോക്കുക, ഡൈസോണിയം സാൾട്ടിന്റെ റൂട്ടാണ് ഈ കിടക്കുന്നത്. നമുക്ക് അനിലിനെ ഡൈസോണിയം സാൾട്ട് ആക്കാൻ ഡൈസോണിയം സാൾട്ടിന്റെ റീപ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് പറഞ്ഞത്. ഡയസോണിയം സാൾട്ടിന്റെ റീപ്ലേസ്മെന്റ് റിയാക്ഷൻ ഇങ്ങനെ എഴുതി വെച്ച് നമുക്ക് റൂട്ട് പഠിക്കാം, പെട്ടെന്ന് പഠിക്കാം. നോക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഡൈ അസോണിയം സാൾട്ട് ആണുള്ളത്. അതിനെ സാൻമേർ Cu2H2 in the presence of HX. എക്സിന്റെ സ്ഥാനത്ത് ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം. സാൻമേർ റിയാക്ഷൻ. റീപ്ലേസിന്റെ എല്ലാം ബൈ പ്രോഡക്റ്റ് നൈട്രജൻ ആണ്. ബൈ പ്രോഡക്റ്റ് നൈട്രജൻ, ഡൈനൈട്രജൻ ആണ്. ഇനി ഇതേപോലെ സാൻമേർ KCN in the presence of HCN. Cu2 കൂടെ വന്നാൽ CN കോവാലന്റ് ക്യാപിറ്റൽ കിട്ടാം, പാർഷ്യൽ. സയാനോ എന്തൊക്കെ ആക്കാന്നുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ നേരത്തെ. ദെൻ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് ഗട്ടർമാൻ Cu in the presence of H. നേരത്തെ പറഞ്ഞ X തന്നെ. ഗട്ടർമാനേക്കാൾ ബെറ്റർ സാൻമേറ, കാരണം ഈൽഡ് കൂടുതലാണ്. പിന്നെ അയഡിൻ വെച്ച് റീപ്ലേസ് ചെയ്യാൻ KI, അയഡോ ബെൻസീനായി. പിന്നെ ബോൾഷിമാൻ റിയാക്ഷൻ, അത് ഫ്ലൂറോബോറിക് ആസിഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അപ്പൊ അത് ഫ്ലൂറോ ബെൻസീൻ ആവുന്ന കാണാം. അടുത്തത് ജസ്റ്റ് വാട്ടർ ഒഴിച്ച് വാം ചെയ്യുന്നു, അപ്പൊ അത് ഹൈഡ്രോക്സൈഡ് വെച്ച് OH ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്ത് ഫീനോളായി. ഇത്രയും ഞാൻ ജസ്റ്റ് പറഞ്ഞു നോക്കിക്കോളാം. സാൻമേർ, ഗട്ടർമാൻ, പിന്നെ അയഡിൻ വെച്ച് റീപ്ലേസ് ചെയ്യണം, പിന്നെ ഫ്ലോറിൻ വെച്ച് റീപ്ലേസ് ചെയ്യണം, പിന്നെ വാട്ടർ. ഇനി ഫ്ലോറിൻ വെച്ച് ഒരു റീപ്ലേസ്മെന്റ് കൂടെ വേണമെങ്കിൽ പറയാം. HbF4 ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആഡ് ചെയ്ത് ഫോളോഡ് ബൈ NaNO2 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് നൈട്രോബെൻസീൻ ആയിട്ട് മാറും. നൈട്രോബെൻസീൻ റീപ്ലേസ്മെന്റ്. പിന്നെ റീപ്ലേസ്മെന്റ് നേരത്തെ പറഞ്ഞ ബെൻസീൻ ഉണ്ടാവുന്ന പ്രോപ്പർട്ടിയിൽ പറഞ്ഞില്ലേ, അതുമാണ് റീപ്ലേസ്മെന്റ് റിയാക്ഷൻ, മെയിൻ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് റിയാക്ഷൻ. പിന്നെ ഇതിന്റെ കപ്ലിംഗ് റിയാക്ഷൻ, കപ്ലിംഗ് വിത്ത് ഫീനോൾ. ഡയസോണിയം സാൾട്ട് ഇതാണ്, ഞാൻ ഫീനോൾ വെച്ച് കപ്ലിംഗ്. അത് എക്സ്റ്റൻഡഡ് ബോണ്ട് ആയിട്ട് മാറി. എക്സ്റ്റൻഡഡ് ബോണ്ട് ആകുമ്പോഴത്തേക്ക് N ഡബിൾ ബോണ്ട് N. പാരാഹൈഡ്രോസിൻ അസോബെൻസീൻ, ഓറഞ്ച് റെഡ് ഡൈ കിട്ടും, ഓറഞ്ച് ഡൈ. കപ്ലിംഗ് ആണ് ഡയസോണിയം സാൾട്ടിന്റെ കപ്ലിംഗ്. അതുപോലെ തന്നെ ഡയസോണിയം സാൾട്ടിന്റെ അടുത്ത കപ്ലിംഗ് ആണ് അനിലിനുമായിട്ടുള്ള കപ്ലിംഗ്. അപ്പൊ കപ്ലിംഗ് നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഡൈ ആണ്. അപ്പൊ കപ്ലിംഗ് എവിടെ കണ്ടാൽ നോക്കിക്കോളാം, ഇവിടുത്തെ Cl എക്സ്റ്റൻഡഡ് ബോണ്ട് ആയിട്ട് മാറും. പാരാ അമിനോ അസോബെൻസീൻ, ഇത് പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ. ഇത് ഓറഞ്ച്, ഇത് യെല്ലോ കളർ. ഇത് കപ്ലിംഗ് റിയാക്ഷൻ. അപ്പൊ ഡയാസോ കോമ്പൗണ്ടിന്റെ റൂട്ട് മാപ്പാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് സെക്കൻഡിലെ ലാസ്റ്റ് കോമ്പൗണ്ട് ഡയാസോ കോമ്പൗണ്ട് പറയുമ്പം ഡയാസോ കോമ്പൗണ്ട് ഡയസോട്ടേഷൻ വഴിയാണ് കിട്ടുന്നത്. ആ ഡയസോട്ടേഷൻ വഴി കിട്ടുന്ന കോമ്പൗണ്ട് രണ്ട് ടൈപ്പ് കെമിക്കൽ പ്രോപ്പർട്ടിയിലാണ് പങ്കെടുക്കുന്നത്, റീപ്ലേസ്മെന്റ്, കപ്ലിംഗും മാത്രം. അപ്പൊ കപ്ലിംഗ് ആണ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള. കപ്ലിംഗ് കാണുമ്പോഴേ നിങ്ങൾ ഓർത്തുള്ള ഫീനോളോ അല്ലെങ്കിൽ ഫീനോളിന്റെ ഏതെങ്കിലും ഡെറിവേറ്റീവോ ആയിരിക്കും. ഫീനോളോ ബീറ്റാ നാഫ്തോളോ വല്ലോ ആണെങ്കിൽ അത് ഓറഞ്ച് ഡൈ എന്ന്, മറ്റേതാണെങ്കിൽ യെല്ലോ ഡൈയും ആണ് വരുന്നത്. പിന്നെ നൈട്രസ് ആസിഡുമായിട്ട് അനിലിൻ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡയസോണിയം സാൾട്ട്. ആ ഡയസോണിയം സാൾട്ട് 0 ഐസ് കോൾഡ് കണ്ടീഷനിൽ സ്റ്റേബിൾ ആണ്. ആ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെസൊണൻസ് വെച്ചിട്ടാണ്. അത് രണ്ട് ടൈപ്പ് റിയാക്ഷനിലാണ് പറഞ്ഞത്, റീപ്ലേസ്മെന്റ്, കപ്ലിംഗുമാണ്. റീപ്ലേസ്മെന്റിൽ വരുന്ന നെയിം റിയാക്ഷന് സാൻമേഴ്സ് റിയാക്ഷന്, ഗട്ടർമാൻസ് റിയാക്ഷന്, ബോൾഷിമാൻ റിയാക്ഷന്, ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ കപ്ലിംഗുമാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഡൈ അസോണിയം സാൾട്ടിന്റെ റൂട്ട് മാപ്പിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അതേ ഉള്ളൂ ആ റൂട്ട് മാപ്പിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കാര്യം. ഓക്കെ, ഡൈ അസോണിയം സാൾട്ട്. അടുത്തതിന് അനിലിൻ ആണ് പറയാനുള്ളത്. അനിലിൻ റെഡിയാണോ? കേട്ടോ? മനസ്സിലായോ?
കേൾക്കുന്നുണ്ടോ? സർ കേൾക്കുന്നുണ്ട് സാർ. മനസ്സിലായോ? ഡയസോൺ റിസൾട്ട് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി സാർ. ഓ മനസ്സിലായി. അപ്പൊ ആ റൂട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ലേ? കിട്ടും സർ. അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. റൂട്ട് വരച്ചു തരാം. അപ്പൊ റൂട്ട് ഞാൻ പെട്ടെന്ന് പറയാം, എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ പറയാം, ഡിസ്കസ് ചെയ്യാം. അടുത്ത അനിലിൻ. അതിൽ കിട്ടാൻ 2 പാരന്റ് കോമ്പൗണ്ട് ആണുള്ളത്. ഒന്ന് നൈട്രോ കോമ്പൗണ്ട്, 2 ഇത് രണ്ടുമാണ് അനിലിൻ തരാൻ സാധ്യതയുള്ള 2 കോമ്പൗണ്ട്. അപ്പൊ അനിലിൻ കിട്ടാൻ 2 പാരന്റ് കോമ്പൗണ്ടേ ഉള്ളൂ. ഈ 2 പാരന്റ് കോമ്പൗണ്ട് നമുക്ക് അനിലിൻ ആക്കാം. ഇവരെവിടുന്ന് വേണോ കിട്ടാം, പക്ഷെ ഈ 2 പാരന്റ് കോമ്പൗണ്ട് നമുക്ക് അനിലിൻ ആക്കാം. നൈട്രോ കോമ്പൗണ്ട് റിഡക്ഷൻ നടത്തിയാൽ മതി. നമുക്കറിയാം റിഡക്ഷൻ നടത്തുമ്പോഴത്തേക്ക് എത്ര ഹൈറ്റ് വേണം? 2H2O പോകും. അപ്പൊ 4 × 6 ഹൈറ്റ് അതിനെ കൊടുക്കാൻ പറ്റുന്ന ആൾ മതി. റിഡക്ഷൻ നടത്തുന്നു. അപ്പൊ റിഡക്ഷൻ നടത്തുമ്പോഴത്തേക്ക് അത് അമീനായിട്ട് മാറി. ഇത് ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ നടത്തണം. ഹോഫ്മാൻസ് ബ്രോമമൈഡ്. അപ്പൊ എപ്പോഴായാലും ശരി അമൈഡ് ഒരു കാർബൺ കുറഞ്ഞ അമീൻ ആവണമെങ്കിൽ, അമീൻ ആവുമ്പോൾ 1 കാർബൺ ലെസ് ആവണമെങ്കിൽ ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് KOH. ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ നടത്തും. അപ്പോഴത്തേക്ക് നമുക്ക് അനിലിൻ കിട്ടി. ഈ അനിലിനെ പറ്റി പറയുമ്പോൾ ഒന്ന് നമ്മൾ പറയാം, അനിലിൻ എന്ന് പറയുന്നത് ലെസ് ബേസിക് ആണ്. നമ്മുടെ ആരോമാറ്റിക്കിനേക്കാൾ ബേസിക് ആയിട്ട് കുറവാണ് അനിലിന്. അപ്പൊ ബേസിക്കിനെ പറ്റിയിട്ടൊരു കാര്യം ഞാൻ ചർച്ച ചെയ്യണം, അത് ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ ഞാൻ പറയുന്നില്ല, റൂട്ട് പറഞ്ഞങ്ങ് പോവാണ്. Aniline is less basic than aliphatic amines. അത് കാരണം റെസണൻസ് ആണ്. അപ്പൊ ബേസിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെസണൻസ് വെച്ചിട്ടാണ്. അനിലിന്റെ ബേസിക് നേച്ചർ ലെസ് ബേസിക് ആണ് അനിലിൻ എന്ന് പറയാൻ കാരണം റെസണൻസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം അനിലിൻ ബേസിക് നേച്ചർ കാണിച്ചാൽ തന്നെ ലൂയിസ് ബേസ് ആയതുകൊണ്ട്, ലോൺ പെയർ ഉള്ളായതുകൊണ്ട് അനിലിനിയം അയോൺ ആയിട്ടാണ് മാറും. അങ്ങനെ അനിലിനിയം അയോൺ ആകുമ്പോഴത്തേക്ക് 2 റെസണൻസ് സ്ട്രക്ചറെ വരയ്ക്കാൻ പറ്റും. കാരണം ലോൺ പെയറിന്റെ അവൈലബിലിറ്റി ഇല്ല. അനിലിനിയം അയോൺ ആകുമ്പോഴത്തേക്ക് ലോൺ പെയർ നൈട്രജൻ ഇല്ലാത്തതുകൊണ്ട് 2 റെസണൻസ് സ്ട്രക്ചറെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ അനിലിനിയം അയോണിന്. അതേസമയം അനിലിന് 5 റെസണൻസ് 4 റെസണൻസ് സ്ട്രക്ചർ. അപ്പൊ റെസണൻസ് സ്ട്രക്ചറിന്റെ എണ്ണം കൂടുമ്പോഴാണ് സ്റ്റെബിലിറ്റി കൂടുന്നത്. അപ്പൊ അനിലിൻ ഈസ് മോർ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ദാൻ അനിലിനിയം അയോൺ. അപ്പൊ റെസണൻസ് സ്റ്റെബിലിറ്റി അനിലിനാ കൂടുതൽ. ബേസിക് നേച്ചർ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റിനേക്കാൾ അനിലിന് റെസണൻസ് സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ട് അനിലിൻ ബേസിക് നേച്ചർ കാണിക്കത്തില്ല. ബേസിക് നേച്ചർ കാണിച്ചാൽ അതിന്റെ റെസണൻസ് സ്റ്റെബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അതേ പറയാവുള്ളൂ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് അനിലിൻ ലെസ് ബേസിക് ആണ് ബിക്കോസ് ഓഫ് റെസണൻസ്. ബിക്കോസ് അനിലിൻ ബേസിക് നേച്ചർ കാണിച്ചാൽ ഉണ്ടാവുന്നത് അനിലിനിയം അയോൺ ആണ്. ഈ അനിലിനിയം അയോണിനെ സംബന്ധിച്ച് 2 റെസണൻസ് സ്ട്രക്ചറെ വരയ്ക്കാൻ പറ്റും. അതേസമയം അനിലിന് റെസണൻസ് സ്ട്രക്ചർ കൂടുതൽ വരയ്ക്കാം. The more the resonance structure, the more is the stability വെച്ച് നോക്കുമ്പോൾ അനിലിൻ ഈസ് മോർ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ദാൻ അനിലിനിയം അയോൺ. അനിലിനാണ് കൂടുതൽ റെസണൻസ് സ്റ്റെബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് അനിലിൻ ഒരിക്കലും ബേസിക് നേച്ചർ കാണിക്കാൻ സാധ്യതയില്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂന്റ് വരുമ്പോഴത്തേക്ക് അനിലിന്റെ ബേസിക് നേച്ചറിൽ മാറ്റം വരാം. അതായത് റെസണൻസ് സ്റ്റെബിലിറ്റി ആണ് അനിലിനുള്ളത്. അതില് റെസണൻസ് സ്ട്രക്ചറിൽ നെഗറ്റീവ് ചാർജ് ഓർത്തോ പാരാ ഓർത്തോ പൊസിഷനിൽ വരും. അപ്പൊ വിഡ്രായിങ് ഗ്രൂപ്പ് വരുമ്പോൾ വീണ്ടും സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ വിഡ്രായിങ് ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് ബേസിക് നേച്ചർ കുറയും. അതേസമയം ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ അനിലിനേക്കാൾ ബേസിക് നേച്ചർ കൂടും. അതാണ് ഈ ബേസിക് നേച്ചറിനെ പറ്റി എനിക്ക് പറയാനുള്ള, അനിലിന്റെ ബേസിക് നേച്ചറിനെ പറ്റി പറയാനുള്ള ബേസ് ഐഡിയ. ഒന്ന്, അനിലിൻ ലെസ് ബേസിക് ആണ് ആരോമാറ്റിക് അമീനേക്കാൾ, ആലിഫാറ്റിക് അമീനേക്കാൾ ലെസ് ബേസിക് ആണ് അനിലിൻ. കാരണം റെസണൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി
അനിലിന്റെ ലെസ് ബേസിക് റെസണൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അനിലിന് ബേസിക് നേച്ചർ കാണിക്കുക എന്ന് പറഞ്ഞാൽ അനിലിനിയം അയോണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലോൺ പെയർ കൊടുക്കുന്നു, അപ്പൊ ഇവിടെ ലോൺ പെയറിനെ ഇങ്ങോട്ട് തള്ളാം, അതായത് റെസണൻസ് പറ്റും. പക്ഷെ ഇവിടെ റിങ്ങിനകത്ത് പൈ ട്രാൻസ്ഫറേ പറ്റത്തുള്ളൂ. അപ്പൊ പൈ ട്രാൻസ്ഫർ നടക്കുമ്പോഴത്തേക്ക് 2 റെസണൻസ് സ്ട്രക്ചറെ വരയ്ക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കൂടുതൽ റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും, 4 വരയ്ക്കാൻ പറ്റും. സോ ദ മോർ ദ റെസണൻസ് സ്ട്രക്ചർ ദ മോർ ഈസ് ദ സ്റ്റെബിലിറ്റി. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അനിലിനാണ് കൂടുതൽ റെസണൻസ് സ്റ്റെബിലിറ്റി ഉള്ളത് ഇയാളെക്കാൾ. അപ്പൊ ഒരു റിയാക്ഷൻ നടന്ന് സ്റ്റെബിലിറ്റി കുറയ്ക്കാൻ നോക്കത്തില്ല ആരും. റിയാക്ഷൻ നടക്കുന്ന എപ്പോഴും സ്റ്റെബിലിറ്റി കൂട്ടാനാണ്. ഇവിടെ ബേസിക് നേച്ചർ അനിലിൻ കാണിക്കുവാണെങ്കിൽ അനിലിന്റെ റെസണൻസ് സ്റ്റെബിലിറ്റി കുറയും. അതുകൊണ്ട് ഒരിക്കലും അനിലിൻ ബേസിക് നേച്ചർ കാണിക്കാൻ തരമില്ല, ലെസ് ബേസിക് ആണ്. ഇനി അനിലിന്റെ ബേസിക് നേച്ചർ വരയ്ക്കുമ്പോ അനിലിന്റെ റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോ അതിന്റെ ഓർത്തോ പൊസിഷനില് അതിന്റെ പാരാ പൊസിഷനില് നെഗറ്റീവ് ചാർജ് വരും. അതുകൊണ്ട് വിഡ്രായിങ് ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് അനിലിന്റെ സ്റ്റെബിലിറ്റി വീണ്ടും കൂടും. അതേസമയം ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ വിഡ്രായിങ് ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് ബേസിക് നേച്ചർ വീണ്ടും കുറയും. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ അനിലിനേക്കാൾ ബേസിക് ആവും. അപ്പൊ അനിലിനേക്കാൾ ബേസിക് ആണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഓർത്തോ പാരാ പൊസിഷനിൽ വന്നാൽ. അതേസമയം അനിലിൻ കഴിഞ്ഞിട്ടേ ഇലക്ട്രോൺ വിഡ്രായിങ് ഗ്രൂപ്പ് വരത്തുള്ളൂ. ബേസിക് നേച്ചർ ഏറ്റവും കുറവ് ഓർത്തോ പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രായിങ് ഗ്രൂപ്പ് വരുന്ന അനിലിനാണ് ബേസിക്. അനിലിന്റെ കൂടെ വിഡ്രോയിങ് ഗ്രൂപ്പ് ചേരുമ്പോഴല്ലേ കൂടുതൽ ബേസിക് ആവുന്നത്? അല്ല, അനിലിനല്ലേ. ശ്രദ്ധിക്കുക, ഇയാള് അനിലിൻ അയോൺ ആവും. അനിൽ ലെസ് ബേസിക് ആണ്. കാരണം റെസണൻസിൽ കൂടുതൽ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അത്ര മനസ്സിലായോ? മനസ്സിലായി. അതായത് അനിലിന് റെസണൻസ് സ്റ്റെബിലിറ്റി ഉണ്ടായതുകൊണ്ടാണല്ലോ. ലെസ് ബേസിക് ആവുന്ന കാരണം അനിലിന് പിന്നെ റെസണൻസ് സ്റ്റെബിലിറ്റി ഉണ്ടായതുകൊണ്ടാണല്ലോ. ഇനി അനിലിന്റെ ഓർത്തോ പാരാ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് ആണല്ലോ റെസണൻസ് സ്റ്റെബിലിറ്റി ഇല്ലാതാക്കുന്നത്, ഇച്ചിരിയെങ്കിലും ഇല്ലാതാക്കുന്നത്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വിഡ്രായിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ റെസണൻസ് സ്റ്റെബിലിറ്റി വീണ്ടും കൂടുമല്ലേ. അപ്പൊ റെസണൻസ് സ്റ്റെബിലിറ്റി കൂടിയ ആള് ബേസിക് നേച്ചർ കുറയത്തല്ലേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ ബേസിക് നേച്ചറിനെ പറ്റി ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അനിലിന് റൂട്ട് മാപ്പ് വരയ്ക്കുകയാണ്. അപ്പൊ അനിലിന്റെ പാരന്റ് കോമ്പൗണ്ട് 2 പേരേ ഉള്ളൂ, നൈട്രോ കോമ്പൗണ്ട് ആസിഡ് അമൈഡ്. ആസിഡ് അമൈഡിനെ അനിലിനാക്കുന്നത് ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ വഴിയാണ്. ആസിഡ് അമൈഡിനെ അനിലിനാക്കുന്നത് ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ വഴിയാണ്. അപ്പൊ അത് അനിലിന് കിട്ടി. അനിലിന്റെ ഒന്നാമത്തെ നേച്ചർ ഞാൻ പറഞ്ഞ ബേസിക് നേച്ചർ പറഞ്ഞ ബേസിക് നേച്ചറിനെ സംബന്ധിച്ച് ലോൺ പെയറിന്റെ അവൈലബിലിറ്റി ആണ്. ലോൺ പെയറിന്റെ അവൈലബിലിറ്റി കുറവാണ്, കാരണം റെസണൻസ് ലോൺ പെയർ കൊടുത്തു കഴിഞ്ഞാൽ റെസണൻസ് സ്റ്റെബിലിറ്റി കുറയും. ഇനി എനിക്ക് പറയാനുള്ളത് അനിലിൽ പങ്കെടുക്കുന്ന അടുത്ത റിയാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനിലിനെ ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ തള്ളി വിടാൻ സാധ്യതയുണ്ട് ലോൺ പെയറിനെ. അങ്ങനെ തള്ളി വിടുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓർത്തോ പാരാ ഓർത്തോ പൊസിഷൻ വീണ്ടും ഇലക്ട്രോൺ റിച്ച് ആവും. അപ്പൊ അതായത് ഒരു ഇലക്ട്രോഫൈൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓർത്തോ പാരാ ഓർത്തോ പൊസിഷൻ റിയാക്റ്റീവ് ആയിരിക്കും. അപ്പൊ അനിലിൻ ഈസ് റിയാക്റ്റീവ് ടുവാർഡ്സ് ഇലക്ട്രോഫൈൽ ബിക്കോസ് ഓഫ് റെസൊണൻസ്. അനിലിൻ ഇലക്ട്രോഫൈലിനോട് താല്പര്യം കൂടുതലാണ്. ആ താല്പര്യം നമുക്ക് റെസൊണൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. അനിലിന് നിങ്ങൾ നോക്ക് ഓർത്തോ പൊസിഷൻ പാരാ പൊസിഷൻ ഓർത്തോ പൊസിഷൻ വീണ്ടും ഇലക്ട്രോൺ റിച്ച് ആവുക, റെസൊണൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ വലിയ താല്പര്യമുണ്ട്. ഇലക്ട്രോഫിലിക് റിയാക്ഷനിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യം അനിലിനുണ്ട് ബിക്കോസ് ഓഫ് റെസൊണൻസ്. അതിൽ തന്നെ താല്പര്യം കൂടിയ മേഖലകൾ ഓർത്തോ പാരാ ഓർത്തോ പൊസിഷൻ. അപ്പൊ അനിലിന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പങ്കെടുക്കാനുള്ള കാരണവും നമുക്ക് റെസൊണൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിക്കോസ് ഓഫ് ദ ഈ ലോൺ പെയറിനെ ഇങ്ങോട്ട് തള്ളുമ്പോഴത്തേക്ക് ഒന്നാമത്തെ റെസൊണൻസ് സ്ട്രക്ചർ 1, 2, 3 നിന്ന് നമുക്ക് പറയാം
അനിലിന്റെ ഓർത്തോ പാരാ ഓർത്തോ പൊസിഷൻ ഇലക്ട്രോൺ റിച്ച് ആണ്. സോ അനിലിൻ ഇലക്ട്രോഫിലിക്കിൽ പങ്കെടുക്കും. അത് എവിടൊക്കെയാണ് നടക്കുന്നത്? ഓർത്തോ പാരാ പൊസിഷനിലാണ്. ഇലക്ട്രോഫിലിക് റിയാക്ഷൻ ഒന്ന് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒന്ന് നമ്മള് ഹാലജനേഷൻ, ബ്രോമിനേഷൻ അല്ലെ? ബ്രോമിനേഷൻ ബ്രോമിൻ പാർട്ടാടി നമുക്ക് 246 പ്രോഡക്റ്റ് കിട്ടുന്നു. കണ്ടോ? ഭയങ്കരമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാ? 2,4,6 പ്രോഡക്റ്റ്. എന്താ കാര്യം എന്ന് വെച്ചാൽ NH2 ഗ്രൂപ്പ് ഈസ് ദാറ്റ് മച്ച് റിയാക്റ്റീവ് ടുവാർഡ്സ് ഇലക്ട്രോഫൈൽ. 246 പ്രോഡക്റ്റ് കിട്ടാനുള്ള കാരണം അത്ര NH2 ഗ്രൂപ്പ് റിങ്ങിനെ അത്ര റിയാക്റ്റീവ് ആക്കുന്നത് കൊണ്ടാണ് 246 പ്രോഡക്റ്റ് വരുന്നത്. NH2 ഗ്രൂപ്പ് അത്ര റിയാക്റ്റീവ് ആക്കുന്നത് കൊണ്ടാണ് 246 പ്രോഡക്റ്റ് കിട്ടുന്നത്. നമുക്ക് മോണോ പ്രോഡക്റ്റ് വേണമെങ്കിൽ, അനിലിന് മോണോ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? NH2 ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റി ഇല്ലാണ്ടാക്കണം. NH2 ഗ്രൂപ്പിന്റെ റിയാക്ടിവിറ്റി ഇല്ലാണ്ടാക്കണം. റിയാക്ടിവിറ്റി ഇല്ലാതാക്കാൻ നമ്മൾ അസറ്റിക് അൻഹൈഡ്രൈഡ് ആഡ് ചെയ്ത് കൊടുക്കും. അടുത്തേക്ക് CH3COOH എലിമിനേറ്റ് ചെയ്തിട്ട് ഇനി ഫർദർ ബ്രോമിനേഷൻ നടക്കുന്നു. അപ്പൊ നമുക്ക് മോണോ പ്രോഡക്റ്റ് കിട്ടും. പിന്നെ ഫർദർ ബേസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും? അനിലിനെ തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പം ഇവിടെ ഞാൻ പറയാനുള്ള കാര്യം, എന്തിനാണ് അസൈലേഷൻ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം NH2 ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റി ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുക. കാരണം NH2 ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റി ഡീആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ 246 കിട്ടത്തുള്ളൂ. അവിടെ മോണോ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ മോണോ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി NH2 ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റി ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസറ്റിക് അൻഹൈഡ്രൈഡ് ആഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NH2 പ്ലസ് നൈട്രിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 പ്രോഡക്റ്റ് കിട്ടും അല്ലെ? ഓർത്തോ പ്രോഡക്റ്റ്, പാരാ പ്രോഡക്റ്റ്, കൂടാതെ ഒരു മെറ്റാ പ്രോഡക്റ്റ് കൂടെ കിട്ടും. അതിന് കാരണം ചോദിച്ചിട്ടുണ്ട്. അനിലിനെ നൈട്രേഷൻ നടത്തുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് മെറ്റാ പ്രോഡക്റ്റ് കിട്ടുന്നു? യഥാർത്ഥത്തിൽ മെറ്റാ പ്രോഡക്റ്റ് കിട്ടാൻ ഒരു വഴിയില്ല. പക്ഷെ അനിലിനെ നൈട്രേഷൻ നടത്തിയപ്പോൾ നമുക്ക് മെറ്റാ പ്രോഡക്റ്റ് കിട്ടി. വൈ? അനിലിനെ നൈട്രേഷൻ നടത്തിയപ്പോൾ എന്തുകൊണ്ട് മെറ്റാ പ്രോഡക്റ്റ് കിട്ടിയെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പറയാം നമുക്ക് ധൈര്യമായിട്ട്. കാരണം അനിലിൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് നൈട്രിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ അസിഡിക് മീഡിയത്തില് അനിലിനിയം അയോൺ ആയിട്ട് മാറും. ഞാൻ ഈ പറഞ്ഞ അനിലിനിയം അയോൺ അത് മെറ്റാ പ്രോഡക്റ്റ് തരുന്നതാണ്. ആസിഡ് മീഡിയത്തിൽ അനിലിൻ എടുത്തതിൽ അനിലിന് കുറച്ചെങ്കിലും അനിലിനിയം അയോൺ ആയിട്ട് മാറിയിട്ടുണ്ടാവാം. ആ അനിലിനിയം അയോണിന്റെ പ്രോഡക്റ്റ് ആണ് ഈ മെറ്റാ പ്രോഡക്റ്റ്. ഇപ്പൊ നൈട്രേഷൻ നടത്തുമ്പോൾ നമുക്ക് 3 പ്രോഡക്റ്റ് ഓർത്തോ, മെറ്റാ, പാര കിട്ടി. മെറ്റാ കിട്ടാനുള്ള കാരണം നൈട്രേഷൻ നടത്തുമ്പോൾ ആസിഡ് മീഡിയത്തിലാണ് നടത്തുന്നത്. ഈ ആസിഡ് മീഡിയത്തിൽ അനിലിനിയം അയോൺ ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് തരുന്നത്? പിന്നെ സൾഫോണേഷൻ നടത്തുമ്പോൾ സിറ്റർ അയോൺ ആവും. നമുക്ക് എല്ലാവർക്കും അറിയാം, അനിലിനെ നൈട്രേഷൻ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് സിറ്റർ അയോൺ കിട്ടും. ഒരു മോളിക്കൂൾ തന്നെ പോസിറ്റീവ് പാർട്ടും കാണും, നെഗറ്റീവ് പാർട്ടും കാണും. അപ്പൊ അനിലിനെ നൈട്രേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിറ്റർ. സൾഫോണേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അയണാണ് സിറ്റർ അയോൺ. അനിലിനെ സൾഫോണേഷൻ നടത്തുമ്പോൾ നമുക്ക് സിറ്റർ അയോൺ കാണും. അതുപോലെ അനിലിൻ ലൂയിസ് ബേസ് ആയതുകൊണ്ട് തന്നെ ഫ്രെഡൽക്രാഫ്റ്റ് റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. ലൂയിസ് ബേസ് ആയതുകൊണ്ട് ഫ്രെഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷനിലോ ഫ്രെഡൽക്രാഫ്റ്റ് അസൈലേഷനിലോ നമ്മുടെ അനിലിൻ പങ്കെടുക്കത്തില്ല. പിന്നെ അനിലിന്റെ അടുത്ത റിയാക്ഷൻ ആക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അനിലിന്റെ ആക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്, അനിലിൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡയസോട്ടേഷൻ നടന്ന് ബെൻസീൻ ഡയസോണിയസ് സാൾട്ട് ആവും.
അത് ഷോർട്ട് സ്റ്റേബിളാ, അത് ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീനോളായിട്ട് മാറുകയും ചെയ്യും. പിന്നെ അത് ഹിൻസ്ബർഗ് തരും, കാർബിലമീൻ റിയാക്ഷൻ തരും. അത് രണ്ടും ഞാൻ ആലിഫാറ്റിക് അമീൻ പറയുമ്പോൾ പറയും ഹിൻസ്ബർഗും തരും. ബിക്കോസ് പ്രൈമറി ആയതുകൊണ്ട് തന്നെ അത് ഹിൻസ്ബർഗ് റിയേജൻ ടെസ്റ്റും തരും, കാർബിലമീൻ ടെസ്റ്റും തരും അനിലിൻ. അപ്പൊ അനിലിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ഒന്ന് ഹിൻസ്ബർഗ് പറ്റും, ദെൻ കാർബിലമീൻ പറ്റും, ദെൻ നമുക്ക് പറ്റുന്ന വേറെ ടെസ്റ്റ് ഉണ്ട് അസോഡൈ ടെസ്റ്റ്, അത് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. അപ്പൊ ഇത് മൂന്നും തരുന്ന കോമ്പൗണ്ട് ആണ് അനിലിൻ. അപ്പൊ അനിലിന്റെ റൂട്ടിലോട്ട് പോകുമ്പോൾ ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അനിലിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ ക്വസ്റ്റ്യനും, ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കുന്നത് നമ്മൾ ബേസിക് നേച്ചറിന്റെ ഓർഡറിനെ പറ്റിയിട്ടുള്ള അറേഞ്ച്മെന്റും ആണ് അനിലിനകത്ത് ഞാൻ നീറ്റിനകത്ത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം അനിലിനും ഡയസോണിയം സാൾട്ടും വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു, ആ രണ്ട് കോമ്പൗണ്ട്. അപ്പൊ ഇത്ര പിന്നെ പെട്ടെന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടോ, അതോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പതുക്കെ പതുക്കെ പറയണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഇല്ല സാർ, കുഴപ്പമില്ല, മനസ്സിലായി. പറയാനൊന്നുമില്ല, നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കോമ്പൗണ്ടുകളൊന്ന് പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് അതിന്റെ മെക്കാനിക്സ് ഉൾപ്പെടെ പറഞ്ഞിടാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, പെട്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ അനിലിനും ഡയസോണിയം സാൾട്ടും പഠിച്ചു കഴിഞ്ഞാൽ ആലിഫാറ്റിക് അമീൻസ് ആണ് പഠിക്കുക. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് നൈട്രോ കോമ്പൗണ്ട്, നൈട്രൈൽ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് നമ്മുടെ സിലബസ് നീറ്റിൽ ഉള്ളതും എന്നാൽ സിലബസ് വരാത്തത് നൈട്രൈൽ മാത്രം. അപ്പൊ അതിന്റെ റൂട്ട് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. പിന്നെ ഞാൻ മൊത്തത്തിൽ സെക്കൻഡ് ഇയർ ഒന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാളത്തോടുകൂടി നമുക്ക് അതെല്ലാം തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന് പറയുക, ശ്രദ്ധിക്കുക, നിങ്ങൾ റൂട്ട് പറയുന്നത് നോക്കിയ ഹാലോ ആൽക്കൈൻസ് ഹാലോ അറീൻസ് ആണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയാ, നിങ്ങൾ ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഹാലോ ആൽക്കൈൻസ് ഹാലോ അറീൻസ് ആണ് പഠിക്കാൻ തുടങ്ങുന്നത്. ഇപ്പൊ ഹാലോ ആൽക്കൈൻസ് ഹാലോ അറീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇപ്പം COVID-19 കൊറോണ, അപ്പം കൊറോണ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യക്കാരിൽ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇന്ത്യക്കാർക്ക് അമേരിക്കയൊക്കെ വലിയ വിഷയം ഉണ്ടാക്കി മരുന്ന് തന്നേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ വിഷയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ മരുന്ന് ഏതാണെന്ന് അറിയാവോ? ഇല്ല. പ്രതിരോധ മരുന്ന് കൊടുത്തത് ഏതാ? ഏതാണ്? അപ്പൊ അത് അവിടെ തുടങ്ങുക. ഹാലോ കോമ്പൗണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ. അപ്പൊ അതുപോലെ ഹാലത്തൈൻ, നമ്മൾ മലേറിയ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന മരുന്നാണ്. അപ്പൊ അതാണ് പിന്നെ പ്രതിരോധത്തിന് കൊടുത്തത്. അത് ഹാലോ കോമ്പൗണ്ടാ, ഇമ്പോർട്ടന്റ് ഹാലോ കോമ്പൗണ്ടാ. പിന്നെ നമ്മള് ഹാലത്തൈൻ അനസ്തറ്റിക്, ദെൻ ഇമ്പോർട്ടന്റ് ഹാലോ കോമ്പൗണ്ട്സ്, അവിടെ നമ്മൾ തുടങ്ങുന്ന ഇമ്പോർട്ടന്റ് ഹാലോ കോമ്പൗണ്ട്സ് ജസ്റ്റ് നോക്കുക. നമ്മൾ മലേറിയ ട്രീറ്റ്മെന്റിന് കൊടുക്കും ക്ലോറോക്കിൻ, ഹൈഡ്രോസി ക്ലോറോക്കിൻ. ദെൻ അടുത്ത രണ്ടാമത്തത് ഹാലത്തൈൻ അനസ്തറ്റിക്, പിന്നെ ഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ട്, പൊട്ടൻഷ്യൽ ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ 3-4 ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ആണ് അവിടെ നമുക്കുള്ളത്. പിന്നെ എന്താണ് പ്രൈമറി ഹാലോ, സെക്കൻഡറി ഹാലോ, ടെർഷറി ഹാലോ, അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. പ്രൈമറി എന്താ, ടെർഷറി. ഇനി പ്രൈമറി മീഥൈൽ ഹാലൈഡ് ഏതാ, വിനൈൽ ഹാലൈഡ്, ഈ അറൈൽ ഹാലൈഡ്, അലൈൽ ഹാലൈഡ്, ഇതൊക്കെ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ നേച്ചർ അനുസരിച്ച് അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്ന് കണ്ടെത്താനാണ്. പിന്നെ നെയിമിങ്ങിലോട്ടാ പോകുന്നത്, IUPAC നെയിമിങ്. അതിപ്പോ നമുക്കറിയാം, IUPAC നെയിം ചെയ്യാൻ അറിയാം. പിന്നെ നമുക്ക് ഉള്ളത് പ്രിപ്പറേഷൻ, ഹാലോ കോമ്പൗണ്ട് പ്രിപ്പറേഷൻ. ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക, വേർഡ് റൂട്ടാണ് നമുക്ക് വേണ്ടത്. ആൽക്കഹോളിൽ നിന്ന് നിർമ്മിക്കാം. ഹാലോ കോമ്പൗണ്ട് എവിടെ നിന്നൊക്കെ നിർമ്മിക്കാം? ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ, എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരുന്നതേ ഉള്ളൂ. നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഹാലോ കോമ്പൗണ്ട് ഒന്ന് ആൽക്കഹോളിൽ നിന്ന് നിർമ്മിക്കാം. 2 ഹൈഡ്രോ കാർബൺ, അതായത് ആൽക്കീനകത്തുനിന്നും ആൽക്കൈനകത്തുനിന്നും ഹാലോ കോമ്പൗണ്ട് കിട്ടും. ദെൻ അത് ആൽക്കൈനകത്തുനിന്നും കിട്ടും. ദെൻ അത് കഴിഞ്ഞിട്ട് ആൽക്കൈൽ ഹാലൈഡിനെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് ആക്കാം. അതായത് SFI ഓർത്തിരിക്കുക,
SFI അല്ലേ, സാൾട്സ് ഫോർ ഫ്ലൂറിൻ ആൻഡ് ഫിംഗൽസ്റ്റെയിൻ ഫോർ അയഡിൻ. സ്വാർട്സ് റിയാക്ഷനും ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷനും, സാൾട്സ് ഫോർ ഫ്ലൂറിൻ ആൻഡ് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ ഫോർ അയഡിൻ. പിന്നെ സിൽവറിന്റെ റിയാക്ഷൻ, അതുപോലെ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൽ ഹാലൈഡ് ആക്കുന്ന റിയാക്ഷൻ, ഹൺസ് ഡിക്കർ റിയാക്ഷൻ. അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ. പിന്നെ ആൽക്കൈൽ ഹാലൈഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ജസ്റ്റ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അത് SN1 എന്താ, SN2 എന്താ, ഒന്നും ഇല്ല. SN1 എന്ന് പറയുമ്പോൾ 2 സ്റ്റെപ്പാണ്, SN2 എന്ന് പറയുമ്പോൾ ഒറ്റ സ്റ്റെപ്പാണ്. ഒറ്റ സ്റ്റെപ്പിൽ പങ്കെടുക്കുന്നത് പ്രൈമറി, ഇത് ടെറിഷറി സെക്കൻഡറി SN1ലാണ് പങ്കെടുക്കുന്നത്. കാർബോ കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി അത് തീരുമാനിക്കും. SN2 എന്ന് പറഞ്ഞാൽ ഇൻവേർഷൻ വഴി നടക്കുമ്പോൾ ഇത് റെസമൈസേഷൻ വഴി നടക്കും. അതേ ഉള്ളൂ അവിടെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക്. ഇനി SN1 SN2 പങ്കെടുക്കുന്നതിന്റെ സ്പീഡ്, അതാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ റിയാക്ഷൻ എലിമിനേഷൻ റിയാക്ഷനും, മൂന്നാമത്തെ ആക്ഷൻ വിത്ത് മെറ്റൽസ്, അതിനകത്ത് വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷനും വരും. പിന്നെ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ റിയാക്ഷനും വരും. ഇത്രയാണ് ആൽക്കൈൽ ഹാലൈഡിന്റെ പ്രോപ്പർട്ടി. അപ്പൊ അതാകുമ്പോൾ ഹാലോ ആൽക്കൈൻ അങ്ങ് തരും. പിന്നെ ഹാലോ ആറിൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോഫിലിക്കിൽ പങ്കെടുക്കത്തില്ല, പകരം പങ്കെടുക്കുന്ന റീപ്ലേസ്മെന്റ് റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹാലോ അറിനകത്ത് ആകെ ഉള്ളത് റീപ്ലേസ്മെന്റും ഇലക്ട്രോഫിലിക്കുമാണ്. ഇലക്ട്രോഫിലിക് ഒരിടത്ത് പഠിച്ചാൽ നമുക്ക് എല്ലായിടത്തും പഠിക്കാൻ പറ്റും. ഹാലോ അറിന് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫൈലിനുള്ള താല്പര്യം ഹാലോ അറിന് കുറവാണ്. കാരണം ഐ എഫക്റ്റൂടെ വരും. ആർ എഫക്റ്റിനെ ഡോമിനേഷൻ വരുന്നത് കൊണ്ട് ഇലക്ട്രോഫിലിക്കിൽ പങ്കെടുക്കുന്നു, പക്ഷെ ഐ എഫക്റ്റൂടെ വരുന്നു. അവിടെ ക്ലോറിന്റെ ഐ എഫക്ട് വരുന്നു. അപ്പൊ ആർ എഫക്ട് കുറച്ച് കുറയുന്നത് കൊണ്ട് ബെൻസീനേക്കാൾ ലെസ് റിയാക്റ്റീവ്. പിന്നെ ക്ലോറോഫോമും അയഡോഫോമും ജസ്റ്റ് മനസ്സിലാക്കാം. അതേ ഉള്ളൂ ഹാലജിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ റൂട്ട് കൃത്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി ആൽക്കഹോൾ ആണ് അടുത്തത്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ എവിടെ നിന്ന് കിട്ടും? ആൽക്കീനിന്ന് ആൽക്കഹോൾ കിട്ടും. രണ്ട് മെത്തേഡ്, ഹൈഡ്രോബോറേഷനും ഓക്സിഡേഷനും സൾഫ്യൂരിക് ആസിഡ്, 2 മെത്തേഡ് ഉണ്ട് ആൽക്കീനകത്ത്. അത് ശ്രദ്ധിക്കാനുള്ള മെത്തേഡ് രണ്ടെണ്ണത്തിൽ മെക്കാനിസം നോക്കുക. മാർക്കോണിക്കോഫോ ആന്റി മാർക്കോണിക്കോഫോ ആണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ആസിഡ്. ഇപ്പൊ ആൽക്കഹോൾ എവിടെ നിന്നൊക്കെ കിട്ടി എന്നുള്ള മനസ്സിലായി. ഇനി ആൽക്കഹോളിന്റെ പ്രോപ്പർട്ടീസ് 3 ടൈപ്പ് റിയാക്ഷൻ, CO ബോണ്ട് ക്ലീവേജ്, OH കൊണ്ട് 2 പങ്കെടുക്കുന്ന റിയാക്ഷൻ. നേരെ ഫീനോളിൽ പോയി. ആൽക്കഹോളിന് വേറെ അസിഡിക് ക്യാരക്ടറിനെ പറ്റി, ആൽക്കഹോൾ വാട്ടറിനേക്കാൾ ലോവർ ആസിഡ് ആണ്. ഇനി ആൽക്കഹോളിനകത്ത് ചോദിക്കുന്നത് റിയാക്ടിവിറ്റിയുടെ ഓർഡർ ആണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾ ടുവാർഡ്സ് ലൂക്കാസ്, ടുവാർഡ്സ് റിയാക്ഷനിൽ ക്ലീവേജ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് ആൽക്കഹോളിന് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെ, ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെ, ഇങ്ങനെ 2 രീതിയിലുള്ള ഓർഡർ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വാട്ട് ഹാപ്പൻസ് വെൻ ടൈപ്പ്. അപ്പൊ റൂട്ട് ഈ 3 കാര്യമുള്ള ആൽക്കഹോളായി. ദെൻ ഫീനോള് റൂട്ട് വരച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അസിഡിക് നേച്ചർ മാത്രമേ ഉള്ളൂ അവിടെ. ഇലക്ട്രോഫിലിക്കിനകത്ത് ഒന്നും ശ്രദ്ധിക്കേണ്ട, റൂട്ട് വരച്ച് പഠിച്ചാൽ മതി. ഈതറിനകത്ത് നിങ്ങൾ പറഞ്ഞ റൂട്ട് മാത്രം മതി. അതിനകത്ത് വാട്ട് ഹാപ്പൻസ് വെൻ ടൈപ്പ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, റിയാക്ടിവിറ്റിയുടെ ഓർഡർ ഒന്നും ചോദിക്കത്തില്ല. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. ആ ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡിനകത്ത് ഒരുപാട് നെയിം റിയാക്ഷൻ ഉണ്ട്. അത് ഓരോ നെയിം റിയാക്ഷൻ ആയിട്ട് സോർട്ട് ചെയ്യണം. ആൽഡിഹൈഡ് കീറ്റോൺ വേറെ, കാർബോക്സിലിക് ആസിഡ് വേറെ പഠിക്കും. എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. അപ്പം അടുത്തൊരു ദിവസത്തോട് നമ്മൾ റൂട്ട് മാപ്പ് എല്ലാം തീർത്ത് ഒറ്റ ദിവസം, അതായത് ആ ഒരു ദിവസം ഞാൻ ഇന്ന് റൂട്ട് മാപ്പ് അയച്ച എല്ലാ ചാപ്റ്ററിന്റെ റൂട്ട് മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എളുപ്പം ഉണ്ടാവും. കാരണം പെട്ടെന്ന് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതിയെടുത്ത് മറ്റേ റൂട്ട് മാപ്പ് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക, പെട്ടെന്നാണ്. ഇനി മൊത്തം ഇങ്ങനെയാണ് ഞാൻ തരാൻ പോകുന്നത് നിങ്ങളുടെ നോട്ട്. ഒന്ന് റൂട്ട് മാപ്പ്, ദെൻ അടുത്ത റിയാക്ടിവിറ്റിയുടെ ഓർഡർ, ദെൻ അത് പറഞ്ഞല്ലോ നെയിം റിയാക്ഷൻ എല്ലാം സോർട്ട് ചെയ്ത് വരണം. അടുത്ത ലാസ്റ്റ് വരണം അസിഡ്, ഈ റിയാക്ടിവിറ്റിയുടെ ഓർഡറുകൾ വരുന്നത്. അപ്പൊ ഇത്രയും ആകുമ്പോഴത്തേക്ക് നമുക്ക് നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻ വരുന്നത് ശ്രദ്ധിച്ചോണം. പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും, ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പഴയ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി, അതിൽ നിന്ന് തന്നെ കിട്ടും കെമിസ്ട്രിയുടെ ഫിസിക്കൽ. പിന്നെ ഇനോർഗാനിക്കിനകത്ത് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ, ഇനോർഗാനിക്കിനകത്ത് കൺഫ്യൂഷൻ മാറാൻ വേറെ ഒരുപാട് ഗൈഡുകൾ വായിക്കാതെ NCERT ടെസ്റ്റിലെ ടോപ്പിക് NCERT മാത്രം വൃത്തിയായിട്ട് 3 പ്രാവശ്യം പി ബ്ലോക്ക്, എസ് ബ്ലോക്ക് അങ്ങനെയുള്ള ചാപ്റ്ററുകൾ വായിച്ചാൽ നമുക്ക് കിട്ടും നീറ്റ്. അപ്പൊ ഒറ്റ ക്ലാസ്സോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാം. അപ്പൊ ആ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ റൂട്ടുകൾ പെട്ടെന്ന് അയച്ചു തരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഡൗട്ട് ഉണ്ടോ?
ഇന്നലെ പറഞ്ഞ ഐസോമറിസം, അതായത് അത് ഞാനിപ്പം പറഞ്ഞു കേൾക്കുക, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, അത് അടുത്ത ക്ലാസ്സിൽ ആദ്യമേ തന്നെ അത് തന്നെ തുടങ്ങാം. കൈറൽ സെന്റർ, അതിനകത്ത് മെനിസോ കോമ്പൗണ്ടും എനാൻഷ്യോമറും കണ്ടുപിടിക്കുന്ന കാര്യം 6 ടെസ്റ്റ് കോൺഫിഗറേഷൻ വെച്ച് 6 ടെസ്റ്റ് കോൺഫിഗറേഷനും അത് അടുത്ത ക്ലാസ്സിൽ ആദ്യമേ പറഞ്ഞിട്ട് റൂട്ടിലോട്ട് പോകത്തുള്ളൂ. പിന്നെ എസ്റ്റിമേഷനും അതിന്റെ ഇക്വേഷൻസ് നോട്ട് അയച്ചു തരാം, അല്ലാതെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ പ്രോബ്ലം പറഞ്ഞപ്പോ. ഡൗട്ടുണ്ടോ? കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇലക്ട്രോഫിലിക്കിൽ പങ്കെടുക്കുന്നു, പക്ഷെ ഐ എഫക്റ്റോടെ വരുന്നു അവിടെ. ക്ലോറിന്റെ ഐ എഫക്ട് കേൾക്കുന്നുണ്ട് സാർ. ക്ലിയർ ആണോ? ഓ, എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. ഞാൻ ആ റൂട്ട് കൂടെ തന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ തുടങ്ങുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരാം. അപ്പം എല്ലാവരും നോക്കുക, അറിയാവുന്ന കാര്യങ്ങൾ നോക്കി വെച്ചേക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, ഞാൻ അത് ആദ്യമേ തുടങ്ങാം. അപ്പൊ ഐസോമർസം മാത്രമേ പറഞ്ഞുള്ളൂ. ഐസോമർസത്തിനകത്ത് തന്നെ കൈറൽ സെന്റർ കണ്ടുപിടിക്കുന്ന കാര്യവും എനാൻഷ്യോമറും ഡയസ്റ്റിനോമറും വന്നു കഴിഞ്ഞാൽ 2n വെച്ചിട്ട് എങ്ങനെ, ഓഡ് നമ്പർ വരുമ്പോ എങ്ങനെ, ഈവൻ നമ്പർ വരുമ്പോ എങ്ങനെ, അത് മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയൊന്നും ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത്, അത് ഞാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Thank you, sir. Thank you, sir. ഓക്കെ, Thank you, sir.